പശുവിന്റെ മറുപടി വന്നിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? അയ്യോടാ. ഇസ്ലാമിൽ 4 കെട്ടാത്രേ. ആണോ? ഇസ്ലാമിൽ 4 കല്യാണം കഴിക്കാം. 4 കല്യാണവും ഇനിയും അവൻ കഴിക്കും. അവൻ ഇനിയും അവന്റെ കിണുക്കിണാച്ചിയം കൊണ്ട് ഇനിയും പോകുന്നു. ചൈനക്കാരിയെ കൊണ്ട് വീണ്ടും ചുറ്റാൻ പോകും. അത് അവന്റെ ഇഷ്ടമാണ്. അവൻ ഭർത്താവാണത്രേ. ധാഷ്ട്യം മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ അവൻ ഉപയോഗിക്കുന്നത് അവന്റെ വ്യഭിചാരത്തിന് വേണ്ടി മാത്രമാണ് എന്ന് അവൻ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഞാൻ ആ വാർത്തയൊന്നും വായിക്കുന്നില്ല, കുറച്ച് ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറയാം. ഇപ്പൊ റീസെന്റ് വന്നതാണ്, ഞാൻ എൻ്റെ ചാനൽ വാച്ച് ചെയ്യാറില്ല, അത് പണ്ടേ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യമാണ്. 4 ഭാര്യമാരാകാമെന്നാണ് മുസ്ലിം ലോ. ഇനിയും പോവും ചൈനക്കാരിക്കൊപ്പം. ഭർത്താവായ ഞാൻ തീരുമാനിക്കും. കമന്റാണ് വളരെ സൂത്രധാരമായിട്ട് അത് പറഞ്ഞിട്ട്, ഭർത്താവായ ഞാൻ തീരുമാനിക്കും. ആ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് എന്ത് വാല്യം എന്നാണെന്ന്. ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യോടാ. ഇതുപോലെ ട്രൈ ചെയ്ത് കുറെ പേർ പൊങ്ങി വന്നു, പിന്നെ അതേപോലെ താഴ്ന്നും പോയി. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് റിയൽ ആയിട്ടുള്ള വിവാഹമായിരുന്നു. രണ്ടുപേരും സമ്മതിച്ച് പരിപൂർണ്ണ സമ്മതത്തോടുകൂടി, അല്ലാതെ റീൽസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു ഹിന്ദു കൊച്ചിനെയും കൂടെ കുത്തി കയറ്റിയിട്ടുള്ള ഡ്രാമ അല്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് വ്ളോഗേഴ്സ് ജനങ്ങളോട് ചോദിക്കുന്നു. ഇങ്ങനെ കെട്ടാൻ ഞങ്ങൾ ആരോടും പറയുന്നില്ല. അത് ശരിയാ. ഞങ്ങളുടെ കുടുംബം ഇത്ര വർഷമായി നല്ല രീതിയിൽ ജീവിക്കുന്നു. നിങ്ങൾ എത്ര തല്ലുണ്ടാക്കാൻ നോക്കിയാലും തല്ലുണ്ടാകില്ല എന്ന് പശു പറഞ്ഞു. മരിക്കുന്നത് വരെ ഞങ്ങൾ വേർപിരിയില്ല. അയ്യോ വേണ്ട, വേർപിരിയല്ലേ, പക്ഷെ ഇപ്പൊ നിന്നെ ഇവിടെ ഇട്ടിട്ട് അവ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി, അതെന്തിനീ? ഞാൻ ബെറ്റ് ചെയ്യുന്നു എന്ന് നമ്മുടെ ചൈനക്കാരിയും പറയുന്നുണ്ട്. ഈ വീഡിയോ എടുത്തു വെച്ച് നിങ്ങൾ കാത്തിരുന്നോ? ഈ വീഡിയോ എടുത്തു വെച്ച് റിയാക്ഷൻ വ്ളോഗേഴ്സ് കാത്തിരുന്നോ എന്നായിരുന്നു പ്രതികരണം. വിമർശിച്ചവരെ രൂക്ഷമായാണ് പശു പറഞ്ഞിട്ടുണ്ടത്. തന്റെ കുടുംബത്തെ വെച്ച് വ്ളോഗർമാർ അനാവശ്യ കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്ന് പശു. 2 ഭാര്യമാർക്കൊപ്പം ജീവിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നിരുന്നു. ആദ്യ ഭാര്യ വെറും പോക്ക് മുതലായ കഴുത കുച്ചുന്നു. ഒപ്പം കൂട്ടാതെ 2ാം ഭാര്യ ചൈനക്കാരിയെയും കൊണ്ട് പശു ബാങ്കോക്കിലേക്ക് പോയി. ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയായിരുന്നു യാത്ര. ആയിരുന്നു. എന്താ അവളെവിടെ എടുത്തിട്ട് അവളെയും കൊണ്ടുപോടാ? എന്താ അവളെ കൊണ്ടുപോയാൽ പറ്റൂലേ? നീ എപ്പോഴും മുമ്പേ കൊണ്ടുവരുന്ന മറ്റവളായിരുന്നല്ലോ. ബാങ്കോക്കിൽ ബിസിനസ് ആവശ്യത്തിന് പോയി. മറ്റേ നമ്മുടെ കഴുത കൊച്ചിന്റെ യാത്രയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വിമർശനം വന്നു. ഇതിനെതിരെ പശുവും ചൈനക്കാരിയും കഴുതയും യൂട്യൂബ് ചാനലിൽ സംസാരിച്ചത്. അപ്പം യൂട്യൂബ് ചാനലിൽ സംസാരിച്ചത് വാർത്തയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാർത്താ ദാരിദ്ര്യത്തിന്റെ ലെവലാണ്, വാർത്താ ദാരിദ്ര്യമാണ്. അല്ലടാ നീ മുസ്ലിം സമൂഹത്തിന് പിടിക്കണേ എന്തിന്? ഇസ്ലാം സമുദായത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു പെണ്ണിനെ പ്രണയിച്ചു കൊണ്ടുവന്ന് മതം മാറ്റി നിന്റെ കോണാത്തി കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സോറി കേട്ടോ, ഭാഷ കുറച്ച് മോശമായിരിക്കും. ഇവനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറ്റുള്ളൂ. അതായത് ക്രൈസ്തവ മതത്തിൽ ജനിച്ച ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് ഇവൻ കൊണ്ടുവരികയാണ്. പ്രണയ വിവാഹമായിരുന്നെന്ന് പറഞ്ഞാൽ കപ്പലണ്ടി കച്ചവടമായിരുന്നു. പ്രണയ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന ഈ പ്രത്യേകതരം സാധനത്തിനെ 2 കൊച്ചുങ്ങളായപ്പോൾ, ആദ്യത്തെ കൊച്ചായി, 2ാമത്തെ കൊച്ചായപ്പോൾ അടുത്തൊരു ചൈനക്കാരിയുടെ പിറകെ പോവുകയാണവൻ. എന്നിട്ട് ചൈനക്കാരിയെ കൊണ്ടുവന്നിട്ട് അവളും ഇവളും കൂടെ ചേർന്ന് നാട്ടുകാരുടെ അടുത്ത് കാണിക്കുന്ന ഡോസ്റ്റി കണ്ടാൽ തോന്നും നമ്മളെന്തോ നിർബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെന്തോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നു എന്നാണ് 2ഉം കൂടെ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പെൺകൊച്ചു വന്നിട്ട് ഒരു ഹിന്ദു കുട്ടി. ആ പെൺകുട്ടി ഈ സത്യസരണിയോ അല്ലെങ്കിൽ ഈ ശവസേനയുടെ അടുത്തെങ്ങാനും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് 2 മത സംഘടനകളും തമ്മിലുണ്ടാവുന്ന യമകണ്ഠൻ അടിയാകേണ്ട കേസാണ്. ലവ് ജിഹാദ്, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പ്രശ്നമുണ്ടായി അപരവൽക്കരണം ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഓറിയന്റ് ചെയ്ത് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി ഇരുന്നുകൊണ്ട് ചിലക്കുന്ന ചെൽച്ചലാണ്. ഓർത്തോണം, അത് എത്രത്തോളം പ്രശ്നം ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഓർത്തോണം. എന്നിട്ട് ഇപ്പോഴും പറയണമെങ്കിൽ 4ാമത് കെട്ടാം. നീ ഇനി 4ാമത് ആരെ കെട്ടുവിടാ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കണം. ഇനി ഈ 3ഉം കഴിഞ്ഞ്, ക്രിസ്ത്യാനി കഴിഞ്ഞ്, ഹിന്ദു കഴിഞ്ഞ്, മുസ്ലിമും കഴിഞ്ഞ്, അടുത്തത് ആരടി? ഇനി 4ാമത് ഏത് കാറ്റഗറിയാണ്? ബുദ്ധമതത്തിൽ നിന്ന് ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇതിനെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക്, എനിക്ക് ആസ് എ ലേഡി എന്ന രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ. അത് ഞാൻ പറയും. അത് ഞാൻ ഇന്നും ഇന്നലെ ഞാൻ പണ്ടേ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ തുടരണ്ട എന്ന് എവിടെയും ഞങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല.
നിങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്ന് പൊയ്ക്കോളൂ, ഒരു കുഴപ്പവുമില്ല. ഒരു യൂസ്ലെസ് ലേഡിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവളുടെ അടുത്ത് ആ കാര്യം ഞാൻ പറഞ്ഞത്. യൂസ്ലെസ് ആയിട്ട്, അതായത് സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത, കുട്ടികളുടെ മുമ്പിൽ പോലും വ്യക്തിത്വം എന്തെന്ന് പറയാൻ പോലും പറ്റാൻ തക്കവണ്ണം ഇതില്ലാത്ത, ലോജിക്കില്ലാത്ത ഒരു വൃത്തികെട്ട ജീവിതം നയിക്കുന്ന നിനക്ക് തിന്നാൻ തരുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലെ പട്ടിക്കും കൊടുക്കാറുണ്ട്. പട്ടിയെ നമ്മൾ തൂക്കി തലയിൽ വെക്കാറുണ്ട്, ഉമ്മ വയ്ക്കാറുണ്ട് എന്ന് പറഞ്ഞ് മകനെ കൊണ്ട് കെട്ടിക്കാറില്ല, അല്ലെങ്കിൽ മകളെ കൊണ്ട് കെട്ടിക്കാറില്ല. പട്ടിക്ക് ആ പട്ടിയുടെ വാല്യൂ തന്നെയാണ്, അതിന് വേറെ വാല്യൂ ഒന്നും കൊടുക്കാൻ ഒക്കത്തില്ല. അതിനാ ഇത് തന്നെയാണ് പറയുന്നത്. ഈ പട്ടി സ്നേഹികൾ അടിക്കാൻ വരണ്ട, അത് എന്തെന്ന് പറഞ്ഞാൽ അതൊരു മൃഗമാണ്. ആ മൃഗത്തിൻ്റെ കൺസെപ്റ്റേ കൊടുക്കാൻ പറ്റില്ല, വേറെ ഒന്നും എടുത്തു വെച്ച് തൂക്കി വെക്കാൻ ഒക്കത്തില്ല. എൻ്റെ ഒരു കൺസിഡറേഷൻ അങ്ങനെ തന്നെയാണ്. നമുക്ക് വളരെ സ്നേഹം തോന്നുമെങ്കിലും നമ്മൾ എന്ത് കുന്തോന്ന് പറഞ്ഞാലും അതിനങ്ങനെ എടുത്തു വെക്കാൻ ഒക്കത്തില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. നീ ജീവിക്കുന്ന ജീവിതം അതിനേക്കാൾ വേഴ്സ്റ്റായ ഒരു ജീവിതമാണ്. നീ എന്തോ സംഭവമാണെന്ന് നിനക്ക് സ്വയം തോന്നുന്നു. ഇത് കുത്തിത്തിരിപ്പാണെന്ന് നീ പറഞ്ഞാൽ നീ പറയാതെ ഞങ്ങൾ അറിയത്തില്ല. ഈ കഴുത തന്നെയല്ലേ വന്നിരുന്നുകൊണ്ട് പറഞ്ഞത്, എൻ്റെ ഇട്ടിട്ട് അവർ പോയിട്ടുണ്ട്, അവർ വരും, എനിക്കതിനകത്തൊരു വിഷമമൊന്നുമില്ല എന്ന് നീയല്ലേ വന്ന് പറഞ്ഞത്. നീ അത് പബ്ലിക്കിൽ വന്ന് പറയാതിരുന്നത് ഞങ്ങൾ എന്തിനെടുക്കണം? ഞങ്ങൾക്ക് വേറെ പണിയില്ലേ? ഞങ്ങളെ ജോലി നോക്കിയിരിക്കൂലേ? അപ്പം ഇത് പറയുകയും കണ്ണു നിറച്ച് വെച്ച് മുഖത്ത് മുഴുക്ക നീരും വെച്ച് വന്നിരുന്ന് പറഞ്ഞത് ആര്? നീയല്ലേ. അത് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് അതെടുത്ത് പറയേണ്ടി വന്നത്. ആ പറഞ്ഞത് ഇനി ഒരു പെണ്ണ് ഇത് കണ്ടിട്ട് ഫോളോ ചെയ്യാതിരിക്കാനാണ്. ലോകത്തുള്ളവർ മുഴുക്കം ഞങ്ങളെ നോക്കി അസൂയപ്പെടുന്നു, ഞങ്ങളെപ്പോലെ ഞങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയും ഇപ്പൊ തന്നെ മറ്റു വിഭാഗക്കാർ ഇതുപോലെ പൊങ്ങി വന്നു, പക്ഷെ പൊങ്ങിയില്ല എന്ന് അഭിമാന പുരസരം പറയുകയും ചെയ്തതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആ വന്നവർ ഇസ്ലാം കമ്മ്യൂണിറ്റി എന്നുള്ളവർ തന്നെയാണ്. ഇതേപോലെ 2 ഭാര്യയും കൊണ്ടൊരുത്തം വന്നിരുന്നു, അത് പൊങ്ങി വന്നില്ല. അതെന്തുകൊണ്ടെന്നറിയാമോ? അവിടെ ഒരു ക്യൂരിയോസിറ്റിക്ക് വായ്പില്ല. അവിടെ മറ്റൊരു മതത്തിൽ നിന്ന് വന്ന പെണ്ണ് അവർക്കൊപ്പം ഇല്ല. നിന്റെ ഒപ്പം 2 പെണ്ണുങ്ങൾ വന്നു. ആ 2 പെണ്ണുങ്ങൾ 2 ഡിഫറെന്റ് മതത്തിൽ നിന്ന് വന്ന പെണ്ണുങ്ങൾ തന്നെയാണ്. നീ ഈ സമൂഹത്തിന് ഏറ്റവും വലിയ വിപത്ത് തന്നെയാണ്. 2 പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച കാമപ്രാന്തനാണ് നീ എന്നേ ഞാൻ പറയുള്ളൂ. എനിക്കത് പൂർണ്ണ ബോധ്യപ്പെട്ട കാര്യമാണ്. അത്രത്തോളം വൾഗറായ ഒരു വ്യക്തി ആരെയാണടാ നീ വെല്ലുവിളിക്കുന്നത്? നീ എൻ്റെ കുടുംബത്തിലെ ഒരു പെണ്ണിനെ നീ 3ാമത്, ഇവൾക്കല്ല നീ ഒരുത്തി 4ാമതൊരുത്തിയെ നീ ഒന്ന് കെട്ടിച്ച് കാണില്ല. എൻ്റെ കുടുംബത്തിൽ എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ഒരെണ്ണത്തിനെ നീ ഒന്ന് ചൂസ് ചെയ്ത് കാണിച്ചതാ. അങ്ങനെ ഒരു പെണ്ണ് നിന്റെ ഒപ്പം വരുന്ന ചലഞ്ചണ്ട, ചെക്ക് ബെറ്റ്. നീ 4 കെട്ടാന്നല്ലേ പറയണം, നീ 4ാമതൊന്നിനെയും കൂടെ കെട്ടി നീ ഒന്ന് കാണിച്ചതാ. നിന്റെ വീട്ടിലെ നിന്റെ 2 പെണ്ണുങ്ങളും അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങൾക്ക് ധൈര്യം പകരാനായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, ഞാൻ ഭർത്താവാണ് എന്ന് കാണിക്കാൻ വേണ്ടി നീ അത് കാണിക്കുക. ഞാൻ മതത്തിന്റെ നിയമമൊന്നും പറയുന്നില്ല. മതത്തിന്റെ നിയമം അവശ്യം ഞാൻ മുൻപ് ഒരിക്കൽ പറഞ്ഞു, വേണമെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെയ്ത് ഞാൻ പിൻ ചെയ്ത് വെക്കാം. മുൻപ് മതവിധിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഭാര്യയുടെ പെർമിഷൻ ഇൻഡീഡ് എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിന്റെ താഴെ കുറെ മതപരാന്തന്മാർ ആദ്യ ഭാര്യയുടെ സമ്മതം ആവശ്യമില്ല. ഉണ്ട്. ആദ്യ ഭാര്യയ്ക്ക് കുറവുകളുണ്ടോ? ആദ്യ ഭാര്യയ്ക്ക് നിന്റെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ സാധിച്ചു തരാൻ സെക്ഷുവലാണേ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റൊരാളെ ചൂസ് ചെയ്യാൻ, 2 പേരെയും ഒരു തുല്യമായി പരിഗണിക്കപ്പെടണം എന്നുള്ളത് നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യ ഭാര്യയുടെ കയ്യിലേക്ക് 2ാമത്തെ ഭാര്യയുടെ മൂത്രമൊഴിച്ച സാധനം കൊണ്ട് കൊടുത്തിട്ട് പുല്ലരിക്കതേ ഞാനൊരു അമ്മയാവാൻ പോകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ അടുത്ത് ഇടുമ്പോൾ അവളുടെ കണ്ണുകളിൽ കാണുന്നത് ഫേസ് സൈക്കോളജി പിടിച്ച ഒരു മന്ദബുദ്ധിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒറ്റപ്പെടുത്തപ്പെട്ട, അവഹേളിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട പെണ്ണിന്റെ വേദനയാണ്. ഇനി എന്തു കുന്തോ എന്ന് പറഞ്ഞാലും അവളിത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആദ്യത്തെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നില്ല. താൽക്കാലികമായി അവൾക്ക് കിട്ടേണ്ട പണത്തിന് വേണ്ടിയിട്ടാണ് അവൾ നിന്റെ ഒപ്പം നിൽക്കുന്നത്. തിരിച്ച് 2ാമത്തെ ഭാര്യ ഈ കൺസിഡറേഷൻ കൊടുക്കുന്നത് സത്യം തന്നെയാണ്. നിന്റെ 2ാമത്തെ ഭാര്യ, അത് 2ാമതൊരു പെണ്ണുണ്ട്, അത് പോയി, അത് പോട്ടെ. 3ാമത്തെ ഭാര്യ, നിന്റെ 3ാമത്തെ ഭാര്യയാണ് സത്യം പറഞ്ഞാൽ അവിടെ മന്ദബുദ്ധിയും സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്ന സ്ത്രീയും. എന്തുകൊണ്ടെന്നറിയാമോ? അവൾ കൊടുക്കുന്ന പിച്ചയാണ് മൂത്ത കഴുതയ്ക്ക് കിട്ടിയ ആ ജീവിതം. ഇതിൽ നിന്ന് വരുന്ന റവന്യൂ കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ റവന്യൂ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ സാക്രിഫൈസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നീയും നിന്റെ ആ 3ാമത്തെ സാധനവും മാത്രവുമാണ് ജീവിക്കുന്നത്. ബാക്കി എല്ലാവരും അഭിനയിക്കുകയാണ്. ആ ഇളയെ കൊച്ചു ഒഴികെ ബാക്കി എല്ലാം അഭിനയിക്കുന്നതാണെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് പൂച്ചക്കുട്ടിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നിനക്ക് മനസ്സിലാവുന്നില്ല എന്ന് നീ അഭിനയിക്കുന്നത് നിന്റെ കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി. മനസ്സിലായടാ പശു?
അത്രേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൂ. ആളുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ പേരുകൾ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചാടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, എനിക്ക് അത്രയും മതി, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കിയാൽ മതി. ഒരു പെണ്ണും, വ്യക്തിത്വമുള്ള ഒരു പെണ്ണും സ്വന്തം ഭർത്താവിനെ മറ്റൊരാളുമായി ഷെയർ ചെയ്യില്ല. അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് വ്യഭിചാരം എന്നാണ്. ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്യുന്നത്. നീ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഈ കളി കളിക്കുന്നതെങ്കിൽ പെണ്ണുങ്ങളെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയല്ല ഇസ്ലാം കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ക്ലൗസ് മാത്രം എടുത്ത് ബാക്കിയെല്ലാം നീ കാറ്റിൽ പറത്തുന്നുണ്ടെങ്കിൽ നീ കള്ളനാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി. കമ്മ്യൂണിറ്റിയെ നീ കൂട്ടുപിടിക്കേണ്ട, കമ്മ്യൂണിറ്റി നിൻ്റെ ഒപ്പമല്ല. ഇങ്ങനെ ഇപ്പം എനിക്കും ഉണ്ട് കുറേ ബ്രദേഴ്സ്, അവരാരും 4 5 ഒന്നും കിട്ടുന്നില്ല. ഒരു പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ച് ഇല്ലാതെ പോയാൽ നെസസിറ്റി ആണെങ്കിൽ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കും എന്നതിനപ്പുറം ഒരാൾ ഒന്നിനെ വെച്ചോണ്ട് ഈ മുറിയിൽ 5 ദിവസം, ആ മുറിയിൽ 10 ദിവസം, അരമണിക്കൂർ ഇവിടെ, 3/4 മണിക്കൂർ അവിടെ എന്ന കളി കളിക്കുന്നില്ല. അതിനെ വ്യഭിചാരം എന്ന് തന്നെയാണ് പറയുന്നത്. പണ്ടത്തെ സാമൂഹ്യ വ്യവസ്ഥയല്ല ഇന്നത്തെ വ്യവസ്ഥ. ഇന്നത്തെ വ്യവസ്ഥ ഡിഫറൻ്റ് ആണ്. ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ ഇതിനെ ഞങ്ങൾ മറ്റൊരു പേരിട്ടാണ് വിളിക്കുന്നത്. ത്രീസം എന്ന് പറയും. നിങ്ങൾ ത്രീസമാണ് കളിക്കുന്നത്, അല്ലാതെ വിവാഹ ജീവിതമല്ല അവിടെ നടക്കുന്നത്. അത് വ്യക്തമാണ്. ഇതിനകത്ത് മറ്റൊരു പെൺകുട്ടി, ബാധിക്കപ്പെട്ട പെൺകുട്ടിയുമുണ്ട്. ആ പെൺകുട്ടി തന്ന പിച്ചയാണ് നിങ്ങൾ 3 പേരുടെ ഈ ചിരി. കാരണം അവൾ യഥാർത്ഥ ബോധത്തോടു കൂടി നിനക്കെതിരെ സ്ട്രോങ് ആയി വന്ന് ഞങ്ങളിൽ ഒരാളെ സമീപിച്ചാൽ മാത്രം ഈ 3 എണ്ണത്തിന് ചിരി ഞങ്ങൾ അവസാനിപ്പിക്കും. കാരണം ആ പെൺകുട്ടി പറഞ്ഞത് കേൾക്കാൻ ശവസേന കൂട്ടുനിന്നാൽ മാത്രം അതിൻ്റെ തൊപ്പി തെറിക്കാൻ. അമ്മാതിരി വൃത്തികെട്ട പരിപാടിയാണ് നീ ആ പെൺകുട്ടിയോട് കാണിച്ചത്. മറ്റൊരു മതത്തിലെ പെൺകുട്ടിയെ കൊണ്ടുവരികയും അവളെ ബലാത്സംഗം ചെയ്യുകയും അവളെ പീഡിപ്പിക്കുകയും അടിച്ചും പൊട്ടിച്ചും കയ്യും കാലും തല്ലി ഓടിച്ച് പീഡിപ്പിക്കുകയും ചെയ്ത നീ മതത്തിനെ കൂട്ടുപിടിക്കരുത്. ഞങ്ങളുടെ മതത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ഈ രീതിയിൽ മതത്തിനെ ഉപയോഗിക്കുന്ന വൃത്തികെട്ടവരാണ്. മതത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഇതുപോലെ വൾഗാരിസം കാണിക്കത്തില്ല. ഇത് വൾഗാരിസമാണ്. മറ്റ് കമ്മ്യൂണിറ്റിയിലെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നല്ലടാ മതത്തിനകത്ത് കയറ്റിയിട്ട് നിന്റെ 4ാം കെട്ട് കാണിക്കുന്നത്. അത് വൃത്തികെട്ട പരിപാടിയാണ്. ഈ ആദ്യത്തെ ഭാര്യ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നവളാണ്. അവിടെ ആളുകളില്ലാത്തത് കൊണ്ടാണ് നീ ഈ നെഗളിപ്പാ പെണ്ണിലൂടെ കാണിക്കുന്നത്. അവളുടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളുണ്ടെങ്കിൽ നിന്നെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും. കാരണം നീ പറയുന്ന ഇസ്ലാം മതത്തിലെ 4 കെട്ട് അവർക്കില്ല. അവർ ഒറ്റ കല്യാണമേ ഉള്ളൂ, ഒരു വിവാഹം. അത് മരിച്ചാലല്ല പിരിയാനും പറ്റത്തില്ല. അതാണ് അവരുടെ സ്ട്രെങ്ത്. അവിടെ അവനൊരു സ്റ്റെപ്പിനി, അവക്കൊരു സ്റ്റെപ്പിനി, അങ്ങനെയൊന്നുമില്ല. നീ ഇത്രയും പ്രണയാതുരനാണെങ്കിൽ നിന്റെ കഴുതയ്ക്ക് ഒരെണ്ണത്തിനെ കെട്ടിച്ചു കൊടുക്ക്, നിന്റെ ചൈനക്കാരിക്ക് ഒരെണ്ണത്തിനെ കെട്ടിച്ചു കൊടുക്ക്. എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് അവിടെ 5 സം കളിക്കും. ഞങ്ങൾ അതും കൂടെ കാണാൻ തയ്യാറ് തന്നെ. എന്തും കാണിക്കും, എന്തും കേൾപ്പിക്കും. എന്നിട്ട് അതിൽ നിന്ന് ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിതം നയിക്കുന്ന നിനക്കൊക്കെ ഈ പറഞ്ഞവർക്കെതിരെ സംസാരിക്കാൻ നാണവും ഉളുപ്പും ഇല്ല. പക്ഷെ ഇത് നിനക്കൊരു കണ്ടന്റ് ആണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് നിന്റെ പേര് ഞാൻ പറയാത്തത്. നീ എന്നെ വെച്ചുണ്ടാക്കണ്ട. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. കഴുതയാര്, കുതിരയാര്, മറ്റതാര്, മറിച്ചതാരെന്ന് ചോദ്യം വേണ്ട. നിങ്ങൾക്ക് ഏകദേശം ആരാണെന്ന് ബോധ്യപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി. വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.